അല്ല നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാനൊരു അർഹത ഇല്ലാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതുവഴി കാണാനും പോകാനൊക്കെ പറ്റും എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എനിക്ക് ആ കിട്ടിയിട്ടുള്ള പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ID കാർഡിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഞാനിപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത് കേട്ടോ. പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതെന്ത് കാർഡാണ്, അല്ലെങ്കിൽ അത് എന്തിനൊക്കെയാണ് ഉപകരിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ എന്തായാലും അതിലുള്ള ഇത് മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നണത്. കാരണം വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ആ കാർഡുമായിട്ട് UAE ഉണ്ട്. അപ്പം ഞാൻ അതിലുള്ള കുറച്ച് ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് RTA സാലിക്ക് അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തന്നെയാണ് RTAയുടെ സാലിക്ക് കാർഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോൾ കാർഡ് ദുബായ് മെട്രോ, അതുപോലെ തന്നെ അവിടെയുള്ള പബ്ലിക് ബസ്സുകൾ, നമ്മളെ ഇവിടുത്തെ UAE പബ്ലിക് ബസ്സുകളൊക്കെ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ 50% ഫ്രീ ആയിട്ടാണെന്നാണ് തോന്നുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 50% ഫെയർ കുറഞ്ഞിട്ട് കിട്ടും എന്ന് പറയുന്നുണ്ട്. അത് പേഴ്സണലൈസ്ഡ് നോൾ കാർഡ് ആണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എത്തിസലാത്തിൻ്റെയും അതുപോലെ തന്നെ ഡൂ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നെറ്റിൻ്റെ ഓഫർ 50% കുറഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് ചെയ്താൽ മതിയെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പാർക്കിംഗ് കാർഡ്, നമ്മൾ പബ്ലിക്കായിട്ട് ഏത് പ്ലേസിലും പാർക്ക് ചെയ്യാനുള്ള കാർഡ്, അത് ഫ്രീ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ UAEയുടെ എമിറേറ്റ്സ് ID ഉണ്ടല്ലോ, അത് എക്സംഷൻ ഫ്രം ഫീസ്, അതുപോലെ തന്നെ റിന്യൂ ചെയ്യുമ്പോഴൊക്കെ ഫീസിൻ്റെ ഡിഡക്ഷൻസ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ കാര്യങ്ങളുണ്ട്. പിന്നെ അജ്മാൻ ട്രാൻസ്പോർട്ടേഷൻ, നമ്മളെപ്പോലെ വയ്യാത്ത ഫിസിക്കലി വയ്യാത്ത ആളുകളും അതുപോലെ തന്നെ ആൾക്കാർക്ക് ഫിസിക്കലി വയ്യാത്ത ആളുകൾക്ക് ട്രാൻസ്പോർട്ടേഷന് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, സോൾട്ട്, പാക്കേഴ്സ്, സ്വീറ്റ്സ്, അങ്ങനെയുള്ള ചില ഇതിൽ നിന്ന് 20% ഡിസ്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അബുദാബിയിലുള്ളൊരു ലോവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താണെന്നുള്ളത് എനിക്ക് വലിയ അറിയില്ല, പക്ഷേ കാണാനൊക്കെ ഉള്ളൊരു ഇതാണ് തോന്നുന്നുണ്ട്. അതിലേക്ക് എൻട്രൻസ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എത്തിഹാദ് മ്യൂസിയം, അത് ഫ്രീ എൻട്രൻസിങ് ആണ്. പിന്നെ IMG വേൾഡ്, UAEയിലത്തെ IMG വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു പാർക്കോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്, അതിലേക്ക് ഫ്രീ എൻട്രൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദുബായിലുള്ള ഡോൾഫിൻ ഷോർസ്, അതുപോലെ തന്നെ പബ്ലിക് പാർക്കുകൾ, ചിൽഡ്രൻസ് സിറ്റി, ദുബായ് ഫ്രെയിം, ദുബായ് സഫാരി, ഇതൊക്കെ ഫ്രീ ആയിട്ട് പോവാന്നതിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കൂടാതെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഈ കാർഡുമായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ എൻ്റെ ഈ അക്കൗണ്ടിലൂടെ ഞാൻ എന്തായാലും കാണിച്ചു തരണ്ട്. ഇതിലേറ്റവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളത് ട്രാവലിംഗ് അലവൻസ് ആണ്. എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് വീൽ ചെയർ കൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ കാണാനും, അല്ല നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാനൊരു അർഹത ഇല്ലാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതുവഴി കാണാനും പോകാനൊക്കെ പറ്റും എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലൂടെ എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.